രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സിനിമാ ചിത്രീകരണത്തിൽ ഏർപ്പെട്ട മലയാളി സംഘം സുരക്ഷിതർ. സംഘം കേരളത്തിലേക്ക് സുരക്ഷിതരായി മടങ്ങും. മലയാളികൾ ഉൾപ്പെടെ 120 പേരടങ്ങുന്ന ഷൂട്ടിംഗ് യൂണിറ്റാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഇത് ഏത് സിനിമയുടെ ചിത്രീകരണത്തിനെത്തിയ അംഗങ്ങളാണ് ഇത്തരത്തിലൊരു ആശങ്കയിൽപ്പെട്ടത്? നിലവിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങളാണോ, ആ ടീമിൻ്റെ നിന്നുള്ള വിവരങ്ങളാണോ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? അതെ സിജു, ഇത് ഹാഫ് എന്ന് പറയുന്ന മലയാള ചിത്രം, ഹാഫ് എന്ന് പറയുന്ന മലയാള ചിത്രത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ് അവിടെ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട നടൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ തിരികെ മടങ്ങിയിട്ടുണ്ട്. ഇതിലെ പുതുമുഖ സംവിധായകൻ സംജാദ് എന്ന് പറയുന്നയാൾ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹാഫ് എന്ന് പറയുന്നത്. ഇതിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സിനറ്റ് സേവ്യർ ഉൾപ്പെടുന്ന 120 പേരടങ്ങുന്ന സംഘം ഇപ്പോഴും അവിടെ ജയ്സാൽമീറിലുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ഈ രാജസ്ഥാനിലെ മിലിറ്ററി ക്യാമ്പിൻ്റെ ഭാഗത്തൊക്കെ ആക്രമണം നടന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമാ സംഘത്തിൽ ഉൾപ്പെട്ടവർ പകർത്തിയ ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ അവർ അതിന് സാക്ഷികളായി എന്നാണ് പറയുന്നത്. സൈനിക ക്യാമ്പിന് സമീപത്ത് തന്നെയായിരുന്നു ഇവരുടെ സിനിമാ ചിത്രീകരണവും. ഇവർ താമസിച്ചിരുന്നതൊക്കെ ഇതിന് സമീപത്താണ്. പക്ഷേ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുന്നു. മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ആർക്കും ഒരു പരിക്കോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് അവിടെ ഇന്നലെ ഒരു ആക്രമണം ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങൾ, തൊട്ടടുത്തുള്ള വിമാനത്താവളമൊക്കെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നാട്ടിലേക്ക് എങ്ങനെ പോരും എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ ഫെഫ്ക അടക്കം ഇടപെട്ട് അവരെ അഹമ്മദാബാദ് വിമാനത്താവളം വഴി നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അഹമ്മദാബാദിലേക്ക് ഏതാണ്ട് 12 മണിക്കൂർ യാത്ര ഇപ്പോൾ അവർ കഴിയുന്ന ഈ ജയ്സാൽമീറിൽ നിന്നുണ്ട്. അവിടെ നിന്ന് റോഡ് മാർഗം അഹമ്മദാബാദിലെത്തി അവിടെ നിന്ന് വിമാനം വഴി നാട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ 28-നാണ് ഈ രാജസ്ഥാനിലേക്ക് പോയത്. 90 ദിവസത്തെ സിനിമാ ഷൂട്ടിങ്ങാണ് അവിടെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അപ്പോഴാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായി ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്നലെ തന്നെ അവരുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ഉടനെ നാട്ടിലേക്ക് പോവുക എന്നുള്ള തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഉൾപ്പെടുന്ന വലിയൊരു സിനിമാ സംഘമാണ്, 120 പേരുണ്ട്. അവരെല്ലാവരും വളരെ സുരക്ഷിതരായി തന്നെ അധികം വൈകാതെ അഹമ്മദാബാദ് വഴി നാട്ടിലേക്ക് തിരികെ എത്തും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. സിജു, ഈ ഉമേഷ്, ഇവർ പങ്കുവെച്ച ദൃശ്യങ്ങളെന്ന് പറയുന്നത് ഈ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് അവർ ഈ ദൃശ്യങ്ങളിലൂടെ പങ്കുവെക്കുന്നത്? അതെ, ഇന്നലെ അവർ കഴിയുന്ന ഹോട്ടലിന് സമീപത്ത് ഇത്തരത്തിൽ വ്യോമാക്രമണം പോലെ ഇങ്ങനെ ചില വെളിച്ചം കണ്ടു ആകാശത്തുകൂടി. അത് മിസൈലെന്ന് തോന്നിക്കും, അത് പിന്നീട് അത് അപ്രത്യക്ഷമാകുന്നു, അതിനെ നശിപ്പിച്ച് കളയുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് അപ്രതീക്ഷിതമായി ഇങ്ങനെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇത് കാണുകയും അത് മൊബൈൽ ഫോണിൽ പകർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതരാണ്. ഇവർ താമസിച്ചിരുന്നതും ഇവരുടെ ഷൂട്ടിംഗ് നടക്കുന്നതൊക്കെ ഈ സൈനിക ക്യാമ്പിന് സമീപമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായതായി പറയപ്പെടുന്നത്. അവർ പറയുന്നത് അങ്ങനെ ആക്രമണം ഉണ്ടായി എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. പക്ഷേ ആർക്കും ഒന്നും തന്നെ പരിക്കോ ഒന്നും തന്നെയില്ല. ഈ ആകാശത്ത് വെച്ച് തന്നെ അതിനെ നിർവീര്യമാക്കുന്ന രീതിയിൽ ഇന്ത്യൻ സൈന്യം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാണ് തീരുമാനമാണോ അതോ സൈനികർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഷൂട്ടിംഗ് നിർത്തിയത്? എങ്ങനെയാണ്? അവർ സ്വയം എടുത്ത തീരുമാനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ അവർ തന്നെ ഒരു ഭീതി വന്നു ആ ഘട്ടത്തിൽ. കാരണം രാത്രിയെല്ലാം പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ആവുന്നു, കറണ്ട് പോകുന്നു, മറ്റ് സംവിധാനങ്ങളില്ലാതെയാവുന്നു, എല്ലാവരും സുരക്ഷിതരായിരിക്കണം എന്ന നിർദ്ദേശം വരുന്നു. ആ ഘട്ടത്തിൽ അവർ തന്നെ തീരുമാനിച്ചതാണ് ഇനി ഇവിടെ ഇത്ര ദിവസം ഇങ്ങനെ ഷൂട്ടിംഗ് കൊണ്ടുപോയാൽ, കാരണം വലിയ ദീർഘകാല ഷെഡ്യൂളാണ് അവർ ചെയ്തിരിക്കുന്നത്. 90 ദിവസത്തെ ഷൂട്ടിങ്ങൊക്കെയാണ് നിശ്ചയിച്ചത്. അത്രയും ദിവസം എന്തായാലും പോകാൻ കഴിയില്ല എന്ന് അവർ ഉറപ്പിച്ചു. മാത്രമല്ല ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഈ അതിർത്തി സംസ്ഥാനങ്ങളൊക്കെയാണ് ഈ രാജസ്ഥാനും പഞ്ചാബും ഒക്കെ. അതുകൊണ്ട് അവിടെ ഇത്രയും കാലം ഇനി ഷൂട്ട് ചെയ്ത് മുന്നോട്ട് പോവുക അസാധ്യമാകും എന്നതുകൊണ്ടാണ് തൽക്കാലം ഇതെല്ലാം അവസാനിച്ച ശേഷം ഇനി മതി എന്ന് അവർ സ്വയം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തന്നെ ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെച്ച് തിരികെ പോരാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ അവര് ഏകദേശം 12 മണിക്കൂർ സഞ്ചരിച്ച് അഹമ്മദാബാദിലെത്തി അവിടെ നിന്ന് വിമാനമാർഗം കേരളത്തിലേക്ക് എത്തും. ഇപ്പോൾ ഈ ജയ്സാൽമീറിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട് അവരുടെ. അങ്ങനെയാണോ നൽകാൻ കഴിയുന്നത്? അല്പം മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോഴും അവർ യാത്ര തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ പുറപ്പെടും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഈ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് ചെയ്തു വരികയാണ് എന്നാണ് ആ സംഘത്തിൽ നിന്നുള്ളവർ പറയുന്നത്.
ഞാൻ അവരുമായി സംസാരിക്കുമ്പോൾ അവർ യാത്ര പുറപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ പുറപ്പെടും. എപ്പോൾ പുറപ്പെട്ടാലും ഒരു 12 മണിക്കൂർ സമയം ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിലേക്ക് വേണം. അത് ആ സമയവും സാഹചര്യവും ഒക്കെ നോക്കി പുറപ്പെടുക എന്നുള്ളതാണ്. മാത്രമല്ല വിമാനത്തിൻ്റെ സമയം, ഫ്ലൈറ്റിൻ്റെ സമയമൊക്കെ അവർക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതെല്ലാം ശരിയാക്കിയ ശേഷം മാത്രമായിരിക്കും അവർ യാത്ര തിരിക്കുക. പക്ഷേ അവർ എത്ര ദിവസം അവിടെ, എത്ര സമയം അവിടെ കഴിയുന്നു അത്രയും സമയം സുരക്ഷിതരാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഏതായാലും അധികം വൈകാതെ തന്നെ അവർക്ക് യാത്ര തിരിക്കാനാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കുടുങ്ങിയ മലയാള സിനിമാ ചിത്രീകരണ സംഘം സുരക്ഷിതരാണ്. അല്പസമയത്തിനകം തന്നെ അവർ ജയ്സാൽമീറിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്തി കേരളത്തിലേക്ക് വിമാനമാർഗം തിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അവർ സുരക്ഷിതരാണെന്നുള്ള വിവരങ്ങളാണ് ഉമേഷ് പങ്കുവച്ചത്.